പാനൂരിൽ നിന്ന് സജു നമുക്ക് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സജു, ഈ പറയുന്ന ഈ മേഖല താങ്കൾക്ക് ഈ ശ്രീധരനെ അറിയാമോ? പരിചയമുണ്ടോ? ശ്രീധരനെ നേരിട്ട് പരിചയമില്ല. താങ്കൾ ഈ ഭാഗത്താണോ, ഈ ചെണ്ടയാട് ഭാഗത്താണോ താമസിക്കുന്നത്? പാനൂരാണ്. പാനൂർ ഇത് ജനവാസ മേഖലയല്ലേ ശരിക്കും? ജനവാസ മേഖലയാണ്. കൃഷിയിടത്തിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടോ അവിടെ? കാട്ടുപന്നിയുടെ ശല്യം വ്യാപകമായുണ്ട്. കാട്ടുപന്നി, കുരങ്ങ്, എല്ലാ വന്യമൃഗങ്ങളും ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പിനെ അറിയിച്ചിരുന്നോ ഈ പ്രശ്നം? ഈ അക്രമം ഇപ്പൊ ഇതുവരെ മനുഷ്യരുടെ നേരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഞങ്ങളുടെ മേഖലയില്. കണ്ണവം വനമേഖലയോട് ഏകദേശം അടുത്ത് ചേർന്ന് കിടക്കുന്ന ഇതിന് ഏകദേശം ഒരു 8 കിലോമീറ്റർ അപ്പുറമാണ് കണ്ണവം വനമേഖല. അപ്പൊ അവിടെ നിന്നുള്ള ആണെന്നാണ് സംശയിക്കുന്നത്? അതെ, അവിടുന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ മേഖലയിലുണ്ട് ഇപ്പോഴും. കാട്ടുപന്നിയുടെ ഇദ്ദേഹത്തിന് ശരീരമാസകലം കുത്തേറ്റു എന്നാണ് നമുക്ക് അറിയുന്നത്. ശരീരമാസകലം കുത്തേറ്റ് നിലവിളി കേട്ടി ഓടിയെത്തുമ്പോൾ ദേഹമാസകലം ഈ ചോര വാർന്നിട്ടാണ് മരിക്കുന്നത്. മുഴുവനായിട്ട് മുറിവാണ്, ശരീരം മുഴുവൻ. എത്ര വയസ്സ് പ്രായമുള്ള ആളാണ്? 70 വയസ്സ്. അദ്ദേഹത്തിന്റെ വീട് ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അപ്പുറമാണ്. വീട്ടിൽ നിന്ന് ഈ കൃഷിയിടത്തിലേക്ക് വന്നതാണ് നനക്കാൻ വേണ്ടിയിട്ട്, വെള്ളം നനക്കാൻ വേണ്ടി. ഒറ്റയ്ക്കായിരുന്നു അല്ലേ ആ സമയത്ത്? മറ്റാരും ഉണ്ടായിരുന്നില്ല, ഒറ്റക്കായിരുന്നു. വയലിലാണ് കൃഷിയിടത്തിലാണ് വീണ് കിടന്നത്. അവിടെ തന്നെ മരണം സംഭവിച്ചോ? അവിടെ തന്നെ ആശുപത്രിയിൽ എത്തുന്ന മുമ്പേ മരണം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ നാട്ടുകാരെങ്കിലും കാണുമായിരുന്നോ? നാട്ടുകാർ കണ്ട് നിലവിളി കേട്ടിട്ട് നാട്ടുകാർ വന്നതാണ്. അപ്പൊ പന്നി അടുത്തുണ്ടായിരുന്നു. പന്നിയെ ഓടിച്ചു. ഈ പറയുന്ന ശ്രീധരൻ എന്ന് പറഞ്ഞ ആള് നേരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. ഇപ്പൊ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. ഇപ്പൊ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണ് ബോഡി കിടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റിയൊക്കെ അങ്ങേക്ക് അറിവുണ്ടോ? കുടുംബത്തെ പറ്റി ഇല്ല. വള്ളിയായി എന്ന് പറഞ്ഞത്, അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ കുത്തേറ്റ് കിടക്കുന്ന സ്ഥലത്തുനിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ ഇപ്പുറമാണ് ഇദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. എനിക്കതിന്റെ അവരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല. ശരി, വളരെയധികം നന്ദി സജു. അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്.